ഹലോ, ഇന്ന് നമ്മൾ എല്ലാവർക്കും പാടാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു പാട്ടാണ് പഠിക്കുന്നത് കേട്ടോ. വലിയ ആളുകൾക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ പാടാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് കേട്ടോ. ഒരുപാട് സംഗതികളൊന്നും ഇല്ലാത്ത എന്നാൽ കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു പാട്ടാണ്. അദ്വൈതം എന്ന സിനിമയിലെ അമ്പലപ്പുഴ എന്ന പാട്ടാണ് കേട്ടോ. അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ കേട്ടിട്ടില്ലേ പാട്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അല്ലേ? അപ്പം നമുക്ക് ഇന്ന് ആ പാട്ട് പഠിക്കാം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. ഈ പാട്ടിൻ്റെ രാഗം എന്ന് പറയുന്നത് ശങ്കരാഭരണത്തിലാണ് ചെയ്തിട്ടുള്ളത്. ശങ്കരാഭരണത്തിൽ ഒരുപാട് പാട്ടുകൾ നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാനത് പറയും, ശങ്കരാഭരണത്തിലുള്ള പാട്ടുകൾ ഏതാന്നുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ സെൻറ്റൻസും അതിൻ്റെ സംഗതികളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യുക, ഇല്ലേ? അതിൻ്റെ ഓരോ നോട്ടുകളും പറഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മിസ്സായി പോകും. അപ്പോൾ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആ ഗാനത്തിൻ്റെ പല്ലവി നമുക്ക് നോക്കാം. ഇതിൽ ശ്രുതി വെച്ചിട്ടുള്ളത് ഈ ആണ് കേട്ടോ, ശ്രദ്ധിക്കും. അതാണ് ശ്രുതി പോകുന്നത്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം വെള്ളിയോതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. പല്ലവിയിലെ ആദ്യ വരികളാണ്. അപ്പോൾ അതിനകത്ത് നോക്കിക്കേ എങ്ങനെയാണ് നമ്മൾ പാടുക എന്നുള്ളത്. അമ്പലപ്പുഴേ അമ്പലപ്പുഴേ, എൻ്റെ കൂടെ പാടി നോക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. അപ്പോൾ അതേ ഒരു ഫ്ലോ നിങ്ങൾക്കും കിട്ടും. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു എന്നാണ് വരുന്നത്. അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു, കണ്ണനോടു എന്നാണ് എടുക്കുന്നത് അവിടെ. ക്ലിയർ ആയോ? ഒന്നുകൂടെ പാടിക്കുക എൻ്റെ കൂടെ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ നീ, അവിടെ നീ എന്നുള്ളത് കണ്ണനോടു നീ നീ. ആ കണ്ടോ, അത്ര ഭംഗിയായിട്ട് ആ നീ എന്നുള്ളത് പാടണം കേട്ടോ. ഒന്നുകൂടെ ആ വരി പാടിക്കേ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ നീ. ക്ലിയർ ആയോ? നീ എന്തു പരിഭവം, അടുത്ത വരി എന്തു പരിഭവം എന്തു പരിഭവം എന്ന് വരണം. മെല്ലെയോതി വന്നുവോ എന്നാണ്. മെല്ലെ മെല്ലെ ആ മെല്ലെ എന്ന് വരണം അവിടെ. മെല്ലെയോതി വന്നുവോ, അവിടെ മെല്ലെ എന്നുള്ളത് പ്ലെയിൻ അല്ല കേട്ടോ. ഒന്നുകൂടെ എൻ്റെ കൂടെ പാടൂ, രണ്ട് വരികൾ ഒരുമിച്ചിട്ട്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോതി വന്നുവോ. കണ്ടോ, മെല്ലെയോതി എന്നാണ് അവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത വരി നോക്കിക്കേ. കൽവിളക്കുകൾ, അതേപോലെ തന്നെ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ, അവിടെ പാതി മിന്നി നിൽക്ക, മിന്നി നിൽക്ക എന്നാണ് എടുക്കുന്നത് കേട്ടോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ വേ ആ. ക്ലിയർ? എന്തു നൽകുവാൻ എന്നെ, അവിടെ എന്നെ എന്നുള്ളടത്ത് ശ്രദ്ധിച്ചോ. എന്തു നൽകുവാൻ എന്നെ എന്നെ ആ എന്നെ കാത്തു നിന്നു നീ. ഏതാണ്? എന്നെ കാത്തു നിന്നു നീ.
അത്രയും വരികൾ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത വരി നോക്കിക്കേ. തൃപ്രസാദവും മൗന, അവിടെ ഫീമെയിൽ ആണ് പാടുന്നത് കേട്ടോ. തൃപ്രസാദവും മൗന മൗന എന്നാണ്. തൃപ്രസാദവും മൗന മൗന എന്നാണ് പാടേണ്ടത് അവിടെ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും ചുംബനങ്ങളും ആ എന്നുള്ളത് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. ചുംബനങ്ങളും കണ്ടോ? അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുന്നത്. പങ്കുവയ്ക്കുവാനോടി, അവിടെ പങ്കുവയ്ക്കുവാനോടി നോടി ആ നോടി. ക്ലിയർ ആയോ? ഓടി ഓടി എന്നാണ് വരുന്നത് അവിടെ. പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. അവിടെ പിന്നെ വേറെ സംഗതികളില്ല. അപ്പോൾ ആ ഓടി എന്നുള്ള സ്ഥലത്താണ് ഒരു ചെറിയൊരു നോട്ട് വരുന്നത്. അവിടെ ശ്രദ്ധിച്ച് പാടാം കേട്ടോ. ഒന്നുകൂടെ ആ 2 വരികൾ പാടൂ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. ക്ലിയർ ആയോ? ഇനി അടുത്ത വരി നോക്കിക്കേ. രാഗചന്ദനം നിന്റെ അവിടെ നിന്റെ എന്ന് എടുക്കുന്നതും ശ്രദ്ധിക്കണേ. രാഗചന്ദനം നിന്റെ എന്നാണ്. ക്ലിയർ ആയോ? ആ പാടുന്ന ആ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ പാടാൻ നോക്കണം കേട്ടോ. രാഗചന്ദനം നിന്റെ കണ്ടോ? നെറ്റിയിൽ തൊടാൻ, അവിടെ നെറ്റിയിൽ തൊടാൻ എന്നാണ്. നെറ്റിയിൽ എന്നുള്ളിടത്താണ് പുഷ് ചെയ്യുന്നത്. നെറ്റിയിൽ തൊടാൻ എന്നാണ് പാടുന്നത് കേട്ടോ. ഗോപകന്യയായോടി, അവിടെ ഗോപകന്യയായോടി അവിടെയാണ് ഒരു നോട്ട് കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിച്ചോ? ഗോപകന്യയായോടി വന്നതാണു ഞാൻ, ഓടി ആ എന്നുള്ള ഒരു നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയും വരികളൊന്ന് നോക്കിക്കേ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴ അങ്ങനെ പോന്നു കേട്ടോ. അതാണ് പല്ലവി വരുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ പാട്ട് മുഴുവനായിട്ട് പാടിയിടുമോ എന്നുള്ളത്. ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അങ്ങനെ പാട്ടുകൾ മുഴുവനായിട്ട് ഒറ്റയടിക്ക് അങ്ങ് പാടിയിടാൻ പറ്റില്ല, നമുക്ക് കോപ്പിറൈറ്റ് വരുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് ഒറ്റയടിക്ക് പാടിയിടാത്തത്. ചില പാട്ടുകൾക്ക് കേട്ടോ, ചില പാട്ടുകൾക്ക് കുഴപ്പമില്ല. അങ്ങനെയുള്ള പാട്ടുകൾ ഞാൻ മുഴുവനായിട്ട് പാടി ഇടാൻ വേണ്ടി പരമാവധി ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അനുപല്ലവി നോക്കാം. അനുപല്ലവി പാടുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു ഹമ്മിങ് കൊടുത്തിട്ടുണ്ട്. ഏതാ നോക്കാം നമുക്ക്. ആ ചെറിയ ഹമ്മിങ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ പാടുക നോക്കിക്കേ. ആ വരും. ആ എന്ന് വരുന്നുണ്ട്. ആദ്യം പ്ലെയിൻ ആയിട്ടാണ് ആ പോകുന്നത്. ആ പിന്നെ വരുന്നത് ആ അത് ആ എന്നാ വരുന്നത്. ക്ലിയർ? ആ
ക്ലിയർ ആയോ? ഇനി അതിൻ്റെ അനുപല്ലവിയിലെ വരികൾ നോക്കിക്കേ. അഗ്നിസാക്ഷിയായിലത്താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാക്കും എന്നാണ് വരുന്നത്. അപ്പം അവിടെ അഗ്നിസാക്ഷിയായില എന്നാണ് വരുന്നത്. നോക്കിക്കേ, അഗ്നിസാക്ഷി, സാക്ഷി എന്നെടുക്കുന്ന ആ ഒരു ഭാഗം അഗ്നിസാക്ഷി കണ്ടോ, അവിടെ പ്ലെയിൻ അല്ല. അഗ്നിസാക്ഷിയായില, അവിടെ സാക്ഷി എന്നുള്ളടത്ത് നോക്കിക്കേ, അഗ്നിസാക്ഷി സാക്ഷി എന്നാണ് വരുന്നത് കേട്ടോ. അഗ്നിസാക്ഷിയായില താലി താലി ചാർത്തിയൻ എന്ന് വരുന്നുണ്ട്. ഒന്നുകൂടെ ആ വരി പാടിക്ക്. അഗ്നിസാക്ഷിയായില താലി ചാർത്തിയൻ. ക്ലിയർ ആയോ? അടുത്ത വരി നോക്കൂ. ആദ്യാനുരാഗം, എങ്ങനെയാണ് അത് പാടുന്നത്? ആദ്യാനുരാഗം. ക്ലിയർ ആണ്? ആദ്യാനുരാഗം, ആദ്യാനു എന്ന് ഉണ്ട് അവിടെ. ആദ്യാനുരാഗം രാഗം ഗം എന്നാണ്. ആദ്യാനുരാ എന്ന് കൊണ്ടുവരണം അവിടെ ര എന്നുള്ളത്. നോക്കിക്കേ, അത്രയും. ആദ്യാനുരാഗം. ക്ലിയർ ആയോ? അപ്പൊ ആദ്യാനു എന്നുള്ളിടത്ത് ആദ്യാനു നോ കണ്ടോ, നൂരാഗം ഗം. ഇപ്പൊ ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ? ധന്യമാക്കും എന്നാണ് അവിടെ, സംഗതികളൊന്നുമില്ല. ഓക്കെ. അഗ്നിസാക്ഷിയായില താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാക്കും. ക്ലിയർ ആയോ? ഇനി അടുത്ത വരി നോക്കിക്കേ. മന്ത്രകോടിയിൽ ഞാൻ. ഓക്കെ, മന്ത്രകോടി മന്ത്രകോടിയിൽ ഞാൻ എന്നാണ് അവിടെ. കോ എന്നുള്ളിടത്ത് മന്ത്രകോടി, അവിടെ മനസ്സിലായോ? മന്ത്രകോടി കോടി ആ കോടി, ആ സംഗതിയാണ് അവിടെ വരുന്നത് കേട്ടോ. മന്ത്രകോടിയിൽ ഞാൻ ഞാൻ മൂടി നിൽക്കവേ, മൂടി മൂടി നിൽക്കവേ, ആ ഒരു വരി. മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ. ക്ലിയർ? അടുത്ത വരി നോക്കൂ. ആദ്യാഭിലാഷം എന്നാണ് അത് വരുന്നത്. ആദ്യാഭിലാഷം സഫലമാകും ഇതാണ്. അവിടെ ആ സംഗതിയാണ് വരുന്നത് കേട്ടോ. ഭിലാഷം സഫലമാക്കും. അവിടെ അവിടെ പ്രത്യേകിച്ച് സംഗതികളൊന്നുമില്ല. ഇതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു സംഗതികളാണ് കേട്ടോ. നിങ്ങൾക്ക് പാടാൻ പറ്റും ഇതൊക്കെ. ഒന്ന് എൻ്റെ കൂടെ കുറച്ച് സമയം ഒന്ന് പാടി നോക്കിയാൽ കുറേയൊക്കെ നിങ്ങൾ ഈ സംഗതികളിലേക്ക് വന്നോളും. കാരണം കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതല്ലേ, ഒരുപാടൊന്നുമില്ലല്ലോ. അപ്പം അത് നിങ്ങൾക്ക് എൻ്റെ കൂടെ പാടിയാൽ തന്നെ കിട്ടും കേട്ടോ. ഇനി അടുത്ത വരി നോക്കിക്കേ. നാലാളറി എന്നാണ്. കൈപിടിക്കും 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 തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. തിരുനാടകശാലയിൽ നാടകശാലയിൽ ചേർന്നു
തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. കുറച്ച് സ്ലോ ആയിട്ടാണ് പാടിത്തരുന്നത് കേട്ടോ. കുറച്ചും കൂടി സ്പീഡുണ്ട് നമ്മളെ പാട്ടിന്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ലോ ആക്കിയതാണ്. അടുത്ത വരിയിലേക്ക് പോവാം. യമുന നദിയായി എന്നാണ്. യമുന നദിയായി കുളിരല ഇളകും നിലവില്ലമ്പലപ്പുഴേ. എങ്ങനെയാണ്? ഗമ പാരി ഗമ എന്നാണ്. ഗമ പാരി ഗമ ദമ പമ മഗ ഗരി റിസനി. യമുന നദിയായി യമുന നദിയായി ഇതെടുക്കണം അവിടെ കേട്ടോ. യമുന നദിയായി കുളിരല ഇളകും കുളിരല കുളിരല ഇളകും നിലവിൽ നിലവിൽ എന്നെടുക്കണം. യമുന നദിയായി കുളിരല ഇളകും നിലവിൽ അമ്പലപ്പുഴേ എന്നാണ് വരുന്നത് അവിടെ. കണ്ടോ? കുളിരല ഇളകും നിലവിൽ അമ്പലപ്പുഴേ. യമുന നദിയായി കുളിരല ഇളകും നിലവിൽ അമ്പലപ്പുഴേ. ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം വെള്ളയോതി വന്നുവോ. അഗ്നിസാക്ഷിയായി ഇലത്താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാക്കും. മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാക്കും. ഇത് ഫീമെയിൽ വെർഷനാണ്. ഇത്രയും വരെ ഫീമെയിലാണ് പാടേണ്ടത്. അത് കഴിഞ്ഞിട്ട് മെയിൽ വോയിസ് ആണ് പാടേണ്ടത്. നാലാളരെ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാലാളരെ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുന നദിയായി കുളിരല ഇളകും നിലവിൽ അമ്പലപ്പുഴേ. ഉണ്ണിക്കണ്ണനോടു നീ. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അത് മെയിൽ വോയിസിലാണ് പാട്ട്. അപ്പോൾ അതാണ് പാട്ടിൻ്റെ അനുപല്ലവി. ഇനി ചരണം പാടുന്നതിൻ്റെ മുൻപേ ആയിട്ട് നമുക്ക് ശങ്കരാഭരണ രാഗത്തിൽ ഉള്ള സിനിമാ ഗാനങ്ങൾ ഏതാണെന്നുള്ളത് ഒന്ന് നോക്കാം. അതിൽ നമുക്ക് നമ്മൾ ഒരുപാട് ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് പൊന്മുട്ടയിടുന്ന താറാവ് അല്ലേ. ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് ആ സിനിമ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ചിത്ര ചേച്ചി പാടിയൊരു പാട്ടുണ്ട്. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്നാ തോഴനെന്നെ ഓർത്തു പാടും പോലെ അല്ലേ. ഇത് രസമുള്ള പാട്ടാണല്ലേ. പിന്നെ വേറൊരു പാട്ട്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലത്തിൻ കിളി. പിന്നെ ഒരു പഴയ പാട്ട്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ആ പാട്ട്. അടുത്തത്. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമൂടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരും നീ ഓണത്താറാടി വരും നീ. പിന്നെ പൊൻവേയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു സ്വർണ്ണ പീതാംബരം
സൂര്യനാളം പൊൻവിളക്കായി തിമൃതകതോ. ഒരുപാട് പാട്ടുകൾ ഇതേപോലെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പാട്ടുകളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇടും കേട്ടോ. ഒരുപാട് ലെങ്ത് ആയി പോകും നമ്മൾ കുറേ പാട്ടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നമ്മുടെ ചരണം പഠിക്കണ്ടേ? അപ്പോൾ നോക്കാം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുകയുള്ളൂ. എല്ലാ പാട്ടുകളും പഠിക്കണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ മറക്കാതെ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചരണം നോക്കാം. ഈറനോട് എന്നും കൈവണങ്ങുമെൻ എന്നാണ്. ഈറനോട് എന്നും, ഞാൻ മുകളിൽ അനുപല്ലവി പാടിയിട്ടുള്ള സെയിം ട്യൂൺ തന്നെയാണ് താഴെയുള്ളത്. അതുകൊണ്ട് ഒരുപാട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ആ സംഗതികളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടാവും. അതേ സംഗതി തന്നെയാണ് താഴെ വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കും. ഈറനോട് എന്നും കൈവണങ്ങുമെൻ നിർമാല്യ പുണ്യം. അവിടെ നിർമാല്യ പുണ്യം പകർന്നു തരാം എന്നാണ്. അടുത്ത വരി നോക്കൂ. ഏറെ ജന്മമായി ഞാൻ, ഏറെ ജന്മമായി ഞാൻ നോൻപു നോൽക്കുമെൻ. ഏറെ ജന്മമായി ഞാൻ നോമ്പു നോൽക്കുമെൻ. കൈവല്യമെല്ലാം കാഴ്ച വയ്ക്കാം, കൈവല്യമെല്ലാം കാഴ്ച വയ്ക്കാം എന്നാണ് കേട്ടോ. അടുത്ത വരി വരുന്നത്. വേളി പെണ്ണായി നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടു നിൽക്കാം. വേളി പെണ്ണായി നീ വരുമ്പോൾ, നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടു നിൽക്കാം. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി അടുത്ത വരെ. തുളസീദളമായി, നമ്മൾ മോള് പാടിയിട്ടുണ്ട്. തുളസീദളമായി തിരുമലരടികളിൽ വീണൻ അമ്പലപ്പുഴേ. മോൾ അതേ സംഗതി നമ്മൾ പാടിയിട്ടുണ്ട് അല്ലേ? നോക്കിയേ. തുളസീദളമായി ഗമപാരിഗമാ, ഇതാണത്. തുളസീദളമായി എന്നാണ്. ഇനി തിരുമലരടികളിൽ വീണൻ, അതെന്താ വരുന്നത്? അമ്പലപ്പുഴേ. അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയാണ് ഈ പാട്ട്. ഓക്കെ, ഇത് നന്നായി പഠിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സംഗതികളൊന്നുമില്ല ഇതിനകത്ത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒന്ന് ക്ഷമിച്ചിരുന്ന് പഠിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാവരും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണം കേട്ടോ. എന്നിട്ട് എന്നോട് പറയണം, താഴെ എനിക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എങ്ങനെയുള്ള പാട്ടുകൾ വേണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ചാനൽ, ഇങ്ങനെയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. മറക്കാതെ ഇപ്പം തന്നെ ഇടണം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു കമൻറ്റ് ഇട്ടോളാം. ശരി എന്നാൽ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.